നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്ത്. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന്റെ അടിത്തറ പഞ്ചായത്തുകളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളുമാണ്. മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നിയ ഗ്രാമസ്വരാജ് എന്ന വലിയ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യമാണ് പഞ്ചായത്തുകൾ. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരുംകാല പദ്ധതികൾ എന്തൊക്കെയെന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥി നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, പത്തനംതിട്ട ജില്ലയിലെ കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കാർഷിക മേഖല, കുടിവെള്ള പദ്ധതി, മാലിന്യ സംസ്കരണം, പാർപ്പിട നിർമ്മാണം തുടങ്ങിയ പദ്ധതിയടക്കം സജീവമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ഉണ്ട്. നമസ്കാരം ശ്രീമതി ജയമോൾ. പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്റെ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മേരുകുളം എന്ന സ്ഥലത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പൻകോവിൽ എന്ന് പറഞ്ഞ ഗ്രാമം ഒരു ഐതിഹ്യ പ്രശസ്തമായ ഒരു ഗ്രാമമാണ്. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രവും കുടിയിറക്കപ്പെട്ട അയ്യപ്പൻകോവിലുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവിടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ തോട്ടം മേഖലയുമുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തോട്ടം മേഖലയായതുകൊണ്ട് നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിലാണ്. അങ്ങനെ കുറേയേറെ പ്രത്യേകതകളുള്ള ഒരു പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്. അതെ, കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്ന ഒരു പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്. തോട്ടം മേഖലയാണ്. കാർഷിക മേഖലയിൽ നിരവധി ആളുകൾ താമസിക്കുന്ന ഇടമാണ്. ഈ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? കാർഷിക മേഖലയിൽ നമ്മൾ അവർക്ക് നൂതനമായി കൃഷിഭവന്റെയും കൂടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീമുകൾ ഉപയോഗിച്ച് നമ്മൾ അവർക്ക് പച്ചക്കറി തൈയും അതോടൊപ്പം തന്നെ ഗ്രോ ബാഗ്, അത് ഇപ്പൊ ഗ്രോ ബാഗ് ഇല്ല എങ്കിൽ പോലും ഗ്രോ ബാഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നൽകി കാർഷിക ഉപകരണങ്ങളും കൂടെ നൽകി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കൃഷി രീതികൾ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുത്ത് സ്പൈസസ് ബോർഡിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ പഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ദിവസങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കുടിവെള്ളക്ഷാമ പദ്ധതിയിൽ പഞ്ചായത്ത് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത്? 10 മഴവെള്ള സംഭരണി അടക്കം പഞ്ചായത്തിലുണ്ട്. ജൽജീവൻ പദ്ധതിയൊക്കെ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ജലജീവൻ പദ്ധതി നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിൽ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തില് നമ്മള് കഴിഞ്ഞ ഒരു ഭരണസമിതിയുടെ സമയത്തും ഞാൻ മെമ്പറായിരുന്നു. അന്ന് ഒരു വാർഡിൽ 10 മഴവെള്ള സംഭരണി എന്ന നിലയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നൽകിയുണ്ടായി. അതുകൂടാതെ ഇപ്പോൾ എല്ലാ വാർഡുകളിലും നമുക്ക് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന എല്ലാ പ്രദേശങ്ങളിലും കുഴൽക്കിണർ അടിച്ച് അവിടെ മോട്ടോർ വെച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് കൊടുത്തുകൊണ്ട് നിലവിൽ നമുക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നിടങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് പദ്ധതി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. ഹരിതസഭയിലടക്കം മിനി MCF അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന പദ്ധതി അടക്കം നടപ്പിലാക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 100% ഇവിടെ നല്ല രീതിയിൽ പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് MCF പ്രവർത്തനം ഇപ്പോൾ ടെൻഡർ വെച്ച് നടപടിക്രമങ്ങളായി
പണി ആരംഭിക്കാൻ പോകുന്നു. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് MCA പ്രവർത്തിക്കുന്നത്. എങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം, നമ്മളിപ്പോൾ വാടക കെട്ടിടത്തിൽ നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും, അത് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് ക്ലീൻ കേരളയ്ക്ക് കൈമാറുന്നതിനും പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും നല്ല രീതിക്കാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊക്കെ എങ്ങനെയാണ്, വഴിവിളക്കുകളുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ കൂടുതലായിട്ടും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അയ്യപ്പൻകോൾ ഗ്രാമപഞ്ചായത്ത് മുല്ലപ്പെരിയാർ സമര സമിതിയുടെ ഭാഗമായി ഏറ്റവും വലിയ ഭാഗമായി മാറിയ ഒരു പ്രദേശമാണ് അയ്യപ്പൻകോൾ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ ചപ്പാത്ത എന്ന് പറയുന്ന ഭാഗം. അവിടെ നമ്മൾ ഓരോ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പേ തീരദേശങ്ങളിൽ നമ്മൾ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാറുണ്ട്. നമ്മുടെ ഒരു പ്രദേശത്തിനെ സംബന്ധിച്ച് ഒരു ശക്തമായ ഒരു ഇടിമിന്നലോ കാറ്റോ മഴയോ വന്നാൽ നമ്മുടെ ബൾബുകളെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്കിലും നമ്മൾ ഈ വർഷം ഓൺ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു വാർഡിൽ 100 ബൾബുകൾ ഇടുന്ന രീതിയിൽ LED ബൾബുകൾ ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലയിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ പ്രതിസന്ധികളോ നേരിട്ടിട്ടുണ്ടോ? ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്? നമ്മുടെ പ്രദേശത്ത് ഓരോ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോഴും അതിനതിൻ്റെതായ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് പെരിയാറിന്റെ തീരമാണ്, പട്ടയമില്ലാത്ത ജനങ്ങൾ താമസിക്കുന്നുണ്ട്, 3 ചെയിന്റെ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഏത് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴും ഡാം സേഫ്റ്റിയുടെയും KICBയുടെയും ഒക്കെ തടസ്സങ്ങൾ നമുക്ക് വരാറുണ്ട്. അതെല്ലാം ഒരു പരിധി വരെ നമ്മൾ കളക്ടറെ ഒക്കെ കണ്ട് മിനിസ്റ്റർക്ക് നിവേദനം ഒക്കെ കൊടുത്താണ് ഒരു പരിധി വരെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത്. നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ഈ തൂക്കുപാലം എന്ന സ്ഥലത്ത്. അയ്യപ്പൻകോൾ തൂക്കുപാലത്ത് നിരവധി വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ നമുക്ക് എന്തെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഡാം സേഫ്റ്റിയുടെ അനുമതി വേണം. നിലവിൽ നമുക്ക് അവിടെ ഡാം സേഫ്റ്റിയുടെ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അത്യാവശ്യം വേസ്റ്റ് അടക്കം മാലിന്യം, ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന പ്രദേശമായതുകൊണ്ട് അവര് കൊണ്ടുവരുന്ന മാലിന്യം, പ്ലാസ്റ്റിക് അടക്കം നിക്ഷേപിക്കുന്നതിനുള്ള ജീവനും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്ക് ഏറെ സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്? എവിടെയൊക്കെയാണ് ഇതിനൊരു പ്രതിസന്ധി നേരിടുന്നത്? വനംവകുപ്പിൽ അടക്കമുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനല്ലേ? അതെ, നമുക്ക് ശരിക്കും വനംവകുപ്പിന്റെ ഒക്കെ അനുമതി ഇല്ലാതെ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ തനതുകൊണ്ട് കുറവുള്ള ഒരു പഞ്ചായത്താണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത്. ഏത് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെങ്കിലും നമുക്ക് ഫണ്ടിന്റെ ഒരു അപര്യാപ്തത നമ്മളെ ശരിക്കും അലട്ടുന്നുണ്ട്. എങ്കിലും കിട്ടുന്ന ഫണ്ടിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ഇനി അത് മിനിസ്റ്ററെയൊക്കെ കണ്ട് തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തുടർ വർഷ പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട്. ടൂറിസം സാധ്യതകളൊക്കെ എല്ലാ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഈ വേനൽക്കാലം പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മഴക്കാലവും. മഴക്കാലത്ത് വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ടോ? ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളോ ഒക്കെ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് പരിഹരിക്കുന്നത്? നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറുന്ന വീടുകളുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 3 ഗവൺമെന്റ് LP സ്കൂളുകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ശാന്തിപാലം മുതൽ അയ്യപ്പൻകോവിൽ വരെയുള്ള പ്രദേശമാണ്. അവിടെയുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളിൽ നമ്മൾ അതിനുവേണ്ടി ക്യാമ്പ് തുടങ്ങുകയും അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നമ്മൾ അത് നടത്തുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 23 അംഗനവാടികളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിൽ 18 എണ്ണം സ്വന്തമായിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? നമുക്കിവിടെ 23 അംഗൻവാടികളുണ്ട്. ആ അംഗൻവാടികളെല്ലാം 18 അംഗൻവാടികൾ നമ്മുടെ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി 5 എണ്ണം വാടക കെട്ടിടത്തിലുമാണ്. എങ്കിലും 23 അംഗൻവാടികളും നമ്മൾ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റിയിട്ടുണ്ട്. കുടിവെള്ളം, ആ അംഗൻവാടിക്ക് വേണ്ട കുടിവെള്ളം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഞ്ചായത്ത് ഓരോ വർഷവും പദ്ധതികളായി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഒരു സ്കൂൾ നമുക്ക് SSKയുടെ ഫണ്ട് ലഭിച്ച് 10 ലക്ഷം രൂപ ലഭിച്ച് വർണ്ണകൂടാരമാക്കി മാറ്റി.
ഒരു സ്കൂള് നമ്മൾ ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ സിൽവർ ജൂലൈ ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് അത് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി നമ്മൾ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്കൂൾ നമുക്ക് അൺഫിറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് MLA നമുക്ക് 50 ലക്ഷം രൂപ തന്നുകൊണ്ട് അതിന്റെ സോയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള നടപടിയുമായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിലടക്കം മികച്ച പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാർപ്പിട മേഖലയിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? എല്ലാവർക്കും ഭവനം എന്നുള്ളൊരു പദ്ധതി എങ്ങനെയൊക്കെയാണ്, എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? പാർപ്പിട മേഖലയിൽ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഭവനം നിർമ്മിക്കുന്നതിനുള്ള എഗ്രിമെന്റ് വെക്കുന്നതിന് അവർക്ക് ഫണ്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് 2020 30 പേരെ എഗ്രിമെന്റ് വെച്ച് 15 പേരോളം വീട് പണി പൂർത്തീകരിക്കുകയും ബാക്കി 15 ഓൺ ഗോയിങ്ങിൽ നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ PMAY വീടുകൾ 72 പേരെ എഗ്രിമെന്റ് വെച്ച് അവരുടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമുക്ക് ചില കാര്യങ്ങളിൽ ചിലർക്ക് 3 ചെയിൻ മേഖലയിലെ പട്ടയം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർക്ക് എഗ്രിമെന്റ് വെക്കുന്നതിന് തടസ്സം നേരുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ താലൂക്കിലും കൊടുത്ത കളക്ടറെ ഒക്കെ കണ്ട് അതിനുവേണ്ടി അവർക്കൊരു അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. എങ്കിലും പരമാവധി എല്ലാവർക്കും തന്നെ വീട് കൊടുക്കുന്നതിനുള്ള അർഹതപ്പെട്ട എല്ലാവർക്കും തന്നെ വീട് കൊടുക്കുന്നതിനുള്ള സംവിധാനവുമായിട്ടാണ് ഭരണസമിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അധികം പേർക്ക് നൽകിയിട്ടുമുണ്ട്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടോ? ഇത് എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത്? ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വന്യജീവി ആക്രമണം ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചായത്തിന് റവന്യൂ വകുപ്പിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് കഴിയുക. പദ്ധതി ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിയും. എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം അനിവാര്യ പ്രോജക്റ്റുകൾക്കൊക്കെ വെച്ചതിന് ശേഷം ഇതിനുവേണ്ടി പദ്ധതി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. എങ്കിലും നമ്മൾ വന്യജീവി ആക്രമണം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ തന്നെ പഞ്ചായത്ത് ഇടപെട്ട് ഫോറസ്റ്റുമായി ചേർന്നുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ തുടർന്നുള്ള പദ്ധതികൾ എങ്ങനെയാണ്? ഇനി പൂർത്തീകരിക്കാനുള്ള പദ്ധതികളുണ്ടോ? ആരോഗ്യ മേഖലയിലടക്കം നിരവധി പുതിയ പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ആലടിയിൽ PHC ആണുള്ളത്. അത് FHC ആക്കുന്നതിന് വേണ്ടിയിട്ട് 5 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച് അത് ശരിക്കും ഒരു വെല്ലുവിളി നേരിട്ട ഒരു സംഭവമാണ്. കാരണം നമുക്ക് സ്വന്തമായി ഭൂമി അവിടെ ഒരു PHC പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂമിയില്ല. അതിന്റെ രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഭരണസമിതി അത് കമ്മിറ്റി കൂടി അതിന്റെ റെസൊല്യൂഷൻ എടുത്ത് കളക്ടറെ കാണുകയും അത് ഗവൺമെന്റിൽ പോയി ആ സ്ഥലം നമുക്ക് വിട്ടുതരികയും അവിടെ ആലടി PHC പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. അതിന്റെ പ്ലാൻ എല്ലാമായി. ഇപ്പോൾ പ്ലാന് നിലവിലെ NHMന്റെ AE അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് PWDക്ക് കൈമാറിയാൽ നമുക്ക് ആശുപത്രി കെട്ടിടം പുതിയ ആലടി PHC എന്നുള്ളത് FHC ആക്കി മാറ്റുന്നതിനുള്ള തറക്കല്ലിടുന്നതിന് വേണ്ട എല്ലാ സംവിധാനവും ഇപ്പോൾ നിലവിൽ ഈ മാസം തന്നെ ആരംഭിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് തുടർവർഷ പ്രോജക്റ്റ് ആയിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ MCFന്റെ പണിയും അത് പൂർത്തീകരിക്കാൻ കഴിയും. ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മളിപ്പോൾ പണി ആരംഭിക്കുന്നു. ഇതാണ് നമ്മുടെ തുടർവർഷ പ്രോജക്റ്റ് ആയിട്ട്. അതോടൊപ്പം നമുക്ക് മാർക്കറ്റിലെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഒരു 3-4 ഷട്ടർ പണിയുന്നതിന് വേണ്ടി ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ കമ്മിറ്റി തീരുമാനവും DPR എല്ലാം തയ്യാറാക്കി നമ്മൾ നിൽക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പുകളടക്കം ഉപകരണങ്ങളടക്കം വിതരണം ചെയ്യുന്നതിൽ, വയോജനങ്ങൾക്കുള്ള കട്ടിലുകളടക്കം വിതരണം ചെയ്യുന്ന പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്? പാലിയേറ്റീവ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിന്റെ അകത്ത് 128 പേരാണുള്ളത്. നമ്മളൊരു നേഴ്സിനെ വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അതിന് ഫണ്ട് വെക്കുകയും മാസത്തിൽ 1 അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. വാഹനം അടക്കമുള്ള സൗകര്യം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവം, അവരുടെ സ്കോളർഷിപ്പ്, അവർക്ക് ഒരു ദിവസം അവരുമായി ചേർന്നുകൊണ്ട് അവരുടെ പരിപാടികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവരോടൊപ്പം ഭരണസമിതി ഒരു ദിവസം ചെലവഴിക്കുന്നു. അത് വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റവും സമൂഹത്തിന്റെ താഴ്ത്തട്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്ന വയോജനങ്ങളാണ്. അവരെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നത് തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഭരണസമിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ തുടർ പദ്ധതികളൊക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജയമോൾ ജോൺസൺ.